എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. റാഷിദ് ഖാൻ എന്ന പോരാളിയെയും അഫ്ഗാനിസ്ഥാൻ എന്ന ടീമിന്റെ ഒരിക്കലും തളരാത്ത ആത്മവീര്യത്തെയും നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ വരികൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളൊന്ന് പിടയും. T20 ലോകകപ്പ് 2026 ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന അവിശ്വസനീയവും അത്യന്തം നാടകീയവുമായൊരു പോരാട്ടത്തിനാണ് ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ക്രിക്കറ്റ് ദൈവങ്ങൾ പോലും ശ്വാസമടക്കി പിടിച്ചു നിന്ന നിമിഷങ്ങൾ. ദക്ഷിണാഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഈ യുദ്ധം വെറുമൊരു മത്സരമായിരുന്നില്ല, മറിച്ച് മൈതാനത്ത് തീപ്പൊരി പാറിയൊരു അഗ്നിപരീക്ഷയായിരുന്നു. ജയപരാജയങ്ങൾ മാറിമറിഞ്ഞ, കാണികളുടെ യുക്തിക്ക് നിരക്കാത്ത വിധം ത്രില്ലറായ ഈ മത്സരത്തിൽ ഒരൊറ്റ സൂപ്പർ ഓവർ കൊണ്ടും വിധി നിശ്ചയിക്കാനായില്ല. ഒടുവിൽ വിധി നിർണ്ണയിക്കാൻ വേണ്ടി വന്നത് രണ്ടാമത്തെ സൂപ്പർ ഓവർ. പക്ഷേ അവിടെ വിധി അഫ്ഗാനിസ്ഥാനെ ചതിച്ചു. ലോകകപ്പിൽ നിന്ന് പുറത്തായ നിമിഷം തന്റെ ടീമിന്റെയും രാജ്യത്തിന്റെയും സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞത് സഹിക്കാനാവാതെ അഫ്ഗാൻ നായകൻ റാഷിദ് ഖാൻ മൈതാനത്ത് തകർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞ കാഴ്ച കണ്ടുനിന്നവരുടെയെല്ലാം ഹൃദയം തകർക്കുന്നതായിരുന്നു. എന്നാൽ തോൽവിക്ക് ശേഷം റാഷിദ് ഖാൻ ഇന്ത്യയോട്, പ്രത്യേകിച്ച് സൂര്യകുമാർ യാദവിനോടും ബുംറയോടും നടത്തിയ ഒരപേക്ഷ ഓരോ ഭാരതീയന്റെയും രോമമെഴുന്നേൽപ്പിക്കുകയും കണ്ണു നനയിക്കുകയും ചെയ്യുന്നതാണ്. എന്താണ് റാഷിദ് പറഞ്ഞത്? എന്തിനാണ് അദ്ദേഹം ഇന്ത്യയോട് പകരം ചോദിക്കാൻ ആവശ്യപ്പെട്ടത്? ആ വൈകാരികമായ സംഭവമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ലോകകപ്പിലെ 13ാം മത്സരമായിരുന്നു ഇത്. ടോസ് നേടിയ റാഷിദ് ഖാൻ ബൌളിംഗ് തിരഞ്ഞെടുത്തു. ക്വിന്റൺ ഡീകോക്ക് 59 റൺസും എയ്ഡൻ മാർക്രം 58 റൺസും അടിച്ചുകൂട്ടിയതോടെ 20 ഓവറിൽ 187 എന്ന കൂറ്റൻ സ്കോർ പ്രോട്ടിയാസ് പടുത്തുയർത്തി. അഫ്ഗാനായി അസ്മത്തുള്ള ഓമർ സായ് 4 വിക്കറ്റുകൾ വീഴ്ത്തി തിളങ്ങിയെങ്കിലും യഥാർത്ഥ അത്ഭുതം സംഭവിക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാനിസ്ഥാൻ റഹ്മാനുള്ള ഗുർബാസിന്റെ ബാറ്റിംഗ് വിസ്ഫോടനത്തിലൂടെ തിരിച്ചടിച്ചു. വെറും 42 പന്തിൽ 84 റൺസ്. അഫ്ഗാൻ അനായാസം ജയിക്കുമെന്ന് തോന്നിച്ച നിമിഷങ്ങൾ. എന്നാൽ ദക്ഷിണാഫ്രിക്കൻ ബൌളർമാർ തിരിച്ചടിച്ചതോടെ മത്സരം സമനിലയിൽ. സ്കോർ ടൈ. തുടർന്ന് നടന്ന ആദ്യ സൂപ്പർ ഓവറിലും ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം. ഒടുവിൽ ശ്വാസം നിലയ്ക്കുന്ന ആകാംക്ഷയ്ക്കൊടുവിൽ രണ്ടാമത്തെ സൂപ്പർ ഓവറിൽ ദക്ഷിണാഫ്രിക്ക വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. രണ്ടാം സൂപ്പർ ഓവറിലെ അവസാന പന്തിൽ തോൽവി ഉറപ്പായതോടെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ശ്മശാനമൂകത തളംകെട്ടി. അത് വെറുമൊരു തോൽവിയായിരുന്നില്ല, കോടിക്കണക്കിന് അഫ്ഗാൻ ജനതയുടെ സ്വപ്നങ്ങളുടെ ക്രൂരമായ കൊലപാതകമായിരുന്നു അത്. തന്റെ മാന്ത്രിക സ്പിന്നിലൂടെയും പോരാട്ടവീര്യത്തിലൂടെയും ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച റാഷിദ് ഖാന് വികാരങ്ങളെ നിയന്ത്രിക്കാനായില്ല. പിച്ചിലേക്ക് തകർന്നിരുന്ന് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹം വിതുമ്പി. സഹതാരങ്ങൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആ വേദന അതിരുകൾക്കും അപ്പുറമായിരുന്നു. തുടർന്ന് പ്രസന്റേഷൻ ചടങ്ങിൽ ഇടറിയ ശബ്ദത്തോടെ കണ്ണീരിൽ കുതിർന്ന വാക്കുകളുമായി റാഷിദ് ഖാൻ പറഞ്ഞത് ചരിത്രമായി മാറി. ഇന്നെന്റെ കരിയറിലെയും ജീവിതത്തിലെയും ഏറ്റവും ഇരുളടഞ്ഞ ദിവസമാണ്. എന്റെ ഹൃദയത്തിലെ വേദന വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ദക്ഷിണാഫ്രിക്ക പോലൊരു വമ്പൻ ടീമിനെതിരെ ഞങ്ങൾ ജീവൻ പണയം വെച്ച് പോരാടി. 2 തവണ അവരെ മുട്ടുകുത്തിച്ചു. പക്ഷേ വിധി ഞങ്ങൾക്കെതിരായിരുന്നു. നമ്മുടെ വിജയത്തിനായി കാത്തിരുന്ന എന്റെ നാട്ടിലെ ജനങ്ങളോട് ഞാൻ എന്തു മറുപടി പറയും? വെറും കൈയോടെ മടങ്ങുന്നതിൽ എനിക്ക് അതിയായ ഖേദമുണ്ട്. എന്നാൽ റാഷിദ് ഖാൻ അവിടെയും നിർത്തിയില്ല. നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം ഇന്ത്യയോട് നടത്തിയ അഭ്യർത്ഥന അതിർത്തികൾക്കപ്പുറമുള്ള സ്നേഹത്തിന്റെ സാക്ഷ്യമായി. ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നു, പക്ഷേ ഞങ്ങളുടെ ആത്മാവ് ഇന്ത്യയിലെ മൈതാനങ്ങളിൽ തന്നെ ഉണ്ടാകും. ഫെബ്രുവരി 15-ന് ലോകം കാത്തിരിക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം നടക്കുകയാണ്. എന്റെ സഹോദരതുല്യരായ സൂര്യകുമാർ യാദവിനോടും ജസ്പ്രീത് ബുംറയോടും എനിക്കൊരപേക്ഷയുള്ളൂ. ദയവായി ഞങ്ങളുടെ ഈ കണ്ണീരിന് നിങ്ങൾ പകരം വീട്ടണം. ദക്ഷിണാഫ്രിക്കയും പാകിസ്ഥാനും ഞങ്ങളെ വേദനിപ്പിച്ചു. ഞങ്ങളെ കരയിപ്പിച്ചവർക്കുള്ള മറുപടി ഇന്ത്യ ലോകകപ്പ് ഉയർത്തിക്കൊണ്ട് നൽകണം. ഫെബ്രുവരി 15-ന് ഇന്ത്യയുടെ വിജയത്തിനായി അഫ്ഗാനിസ്ഥാൻ മുഴുവൻ പ്രാർത്ഥിക്കും. ഇന്ത്യ, നിങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കൂ ആരാണ് യഥാർത്ഥ ചാമ്പ്യന്മാരെന്ന്. സ്വന്തം തോൽവിയിലും ഇന്ത്യയുടെ വിജയം ആഗ്രഹിക്കുന്ന ആ വലിയ മനസ്സ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഒരു യഥാർത്ഥ നായകനെ പോലെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ടീമിനെ കുറ്റപ്പെടുത്താതിരിക്കുകയും ചെയ്ത റാഷിദ് ഖാൻ കയ്യടി അർഹിക്കുന്നു. സുഹൃത്തുക്കളെ, റാഷിദ് ഖാന്റെ ഈ കണ്ണീരിന് ടീം ഇന്ത്യ പകരം വീട്ടുമോ? ഫെബ്രുവരി 15-ന് ഇന്ത്യ പാകിസ്ഥാനെ തകർക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അഫ്ഗാൻ ടീമിന്റെ ഈ പോരാട്ടവീര്യത്തിന് ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.